പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സാധാരണക്കാരായ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, വേദനകൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒരു ചെറിയ പരിഹാരം എന്ന രീതിയിലുള്ള ജീവിത സന്ദേശങ്ങളാണ് നമ്മൾ നൽകാറുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നൽകുക. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഇതിൽ ഒരു ചെറിയ കാര്യം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ എന്താണ് സാറേ ഇത്രയും ദുഃഖം? എല്ലാവർക്കും ദുഃഖമാണ്. എത്രയെല്ലാം സൗകര്യങ്ങളുള്ളവർ ഇന്ന് ദുഃഖമാണ്. ഞാൻ ഇന്ന് ഈ പൈതൃക സന്ദേശത്തിലൂടെ ദുഃഖം എന്ന ഒരു വാക്കിനെ വിവരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പരിചയമുള്ള ഒരു 15 പേരുടെ, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന 15 വ്യക്തികളുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് അനലൈസ് ചെയ്തു. ആദ്യം എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറേ പേരുടെ എടുത്തപ്പോൾ അയാളുടെ ആദ്യത്തെ വൈഫ് മാനസികമായിട്ട് ഇത്തിരി പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു. വളരെയധികം ദുഃഖമുള്ളൊരു വ്യക്തി. എന്നിട്ട് അയാൾക്ക് ഡൈവോഴ്സ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിലുള്ള കുട്ടി അങ്ങനെ മെൻ്റലി അത്ര പെർഫെക്റ്റ്ലി നോർമലല്ല. എന്നിട്ട് അദ്ദേഹം ആദ്യത്തെ വൈഫിനെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിച്ചു. അപ്പം അദ്ദേഹം അനുഭവിച്ച വേദന എന്താണെന്ന് ആലോചിച്ചു. വേറൊരാളുടെ കാര്യം ആലോചിച്ചു. ഇദ്ദേഹത്തിന് എന്താ പറ്റിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മകള് നല്ല ഒരു മരുമകനെ സെലക്ട് ചെയ്തിട്ട് വിവാഹം കഴിച്ചു കൊടുത്തത്. 2 വർഷം കഴിയുമ്പോൾ മനസ്സിലായി അയാളുടെ ഹിപ്പിലെ 2 ബോൺസും ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടാവും. തുടയലില് തന്നെ ദ്രവിച്ചു പോവാം. വേറൊരാളുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അയാൾക്കെതിരെ ആരോ അനോണിമസ് ലെറ്റർ എഴുതിയിട്ട് CBI എൻക്വയറി നടക്കാം. വേറെ ഒരു സുഹൃത്തിൻ്റെ അന്വേഷിച്ചപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവ് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുകയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ്, വളരെ കാലമൊന്നും ആയുസില്ല. ആ സ്ത്രീ വളരെ പണിപ്പെട്ട് സമ്പാദിച്ച സകല സ്വത്തും അവരുടെ പ്ലോട്ടും പറമ്പും എല്ലാം വിറ്റ് ചികിത്സിക്കേണ്ടി വന്നു. വേറെ ഒരാളെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ലിസ്റ്റിലുള്ള ആളെ നോക്കിയപ്പോൾ ആശിച്ച് അയാളുടെ ശരീരത്തിൽ മുഴുവനും രോഗമാണ്. സ്മെല്ല് വരുന്നു അടുത്തേക്ക് വരുമ്പോഴത്തേക്കും. മറ്റൊരാളെ അന്വേഷിച്ചു. കാണാൻ നല്ല ഭംഗിയും സാധാരണ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ചേർത്ത് വരാം. വളരെയധികം അങ്ങനെ ശരീരം വികസിച്ചു വരിക. അങ്ങനെ ആരുടെ കാര്യം നോക്കിയാലും ഒരാളും സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിക്കോളാം. ഒരു ലിസ്റ്റ് ഇട്ട് നോക്കിയിട്ട് അയാളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അത്ഭുതകരമായ ഒരു പ്രത്യേകത കാണാം. എല്ലാവർക്കും ദുഃഖമുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ഇതെന്താ കാരണം? ഒരൊറ്റ കാരണമാണ്. എല്ലാ ജന്തുക്കൾക്കും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള ദുഃഖമാണ്. ഒരു നായയുടെ കാര്യം എടുത്ത് നോക്കാം. ഒരു തെണ്ടിപ്പട്ടി എന്ന് പറയുന്ന ഒരു ഓർഡിനറി നായയാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എവിടേക്കൊക്കെ ഓടണം, ആരൊക്കെയാ കല്ല് വെച്ചെറിയാം. നല്ലൊരു അൽസേഷൻ നായയാണെന്ന് വിചാരിക്കാം. ആ കൂടിനകത്ത് 20 മണിക്കൂറും കഴിഞ്ഞ് അതിനെല്ലാ വേദന അനുഭവിക്കണം. ഒരാനയാണെന്ന് വിചാരിക്കാം. ഈ മനുഷ്യര് ആനയോട് കാണിക്കുന്ന ക്രൂരത, ഉത്സവത്തിൻ്റെയും അമ്പലത്തിൻ്റെയും പൂരത്തിൻ്റെയും പേരില് 5, 6, 8 മണിക്കൂർ ഒരൊറ്റ നിപ്പില് ഈ 8, 10, 15 ടൺ ഭാരമുള്ള ഒരു മൃഗം നിൽക്കേണ്ടി വരിക. വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ നിൽക്കേണ്ടി വരിക. ഒരു പശുവിൻ്റെ കാര്യം എടുക്കാം. ജീവിതം മുഴുവനും പാല് തന്ന അവസാനം അറവുശാലയിലേക്ക് പോവാണ്. ഒരു പോത്തിൻ്റെ കാര്യം എടുക്കാം. അത് കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാൽ അത് ഉഴാനുമെല്ലാം വയലിൽ ഉഴാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയും ഗതികേടാണ്. കാട്ടിൽ ജീവിക്കുന്ന ജന്തുക്കള് സിംഹത്തിൻ്റെയും പുലിയുടെയും കരടിയുടെയും ചെന്നായിയുടെയും അകപ്പെടുന്നു. അവസാനം ഒരു സിംഹത്തിന്റെ കാര്യം എടുത്തു നോക്കാം. വയസ്സായി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ജീവനോടെ കഴുകന്മാർ അതിനെ വലിച്ചു കീറുന്ന കാഴ്ച കാണാം. ഒരു ജന്തുവിനും ശരിക്കും പറഞ്ഞാൽ സുഖം മാത്രമായിട്ടില്ല. അങ്ങനെ വരുമ്പോഴായി മനുഷ്യന്റെ കാര്യം എടുക്കാം. എന്ത് സുഖമായിട്ടാ മനുഷ്യൻ ജീവിക്കുക. നല്ല വീട്, നല്ല വേർക്കുമ്പോൾ ഫാന്, ടാപ്പ് തുറന്നാൽ വെള്ളം, മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, ലാൻഡ് ഫോൺ ഉണ്ട്, TV കാണാൻ സൗകര്യം,
നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരണ്ട, ഗ്യാസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യന് എന്തെങ്കിലും ദുഃഖം ആവശ്യമല്ലേ? മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖമുണ്ട്, എങ്കില് മനുഷ്യനും ദുഃഖം വേണ്ടേ? ഈ മനുഷ്യന് ദുഃഖം കൊടുത്തില്ലെന്ന് വിചാരിക്കാം, അവൻ എന്നെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് തോന്നും. അപ്പൊ ചെറുപ്പത്തിന് സന്തോഷം, ആ സന്തോഷത്തിന്റെ അളവ് പതുക്കെ പതുക്കെ കുറഞ്ഞ് ദുഃഖത്തിന്റെ അളവ് കൂടി 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 ഏതാണ്ട് വാർദ്ധക്യത്തിന്റെ ലെവലെത്തുമ്പോൾ ദുഃഖത്തിന്റെ അളവ് ക്ലൈമാക്സിലും സന്തോഷത്തിന്റെ അളവ് വളരെ കുറവുമായിട്ടായിരിക്കും വരിക. ഇത് പ്രകൃതിയുടെ ഒരു നിയതിയാ. കാരണം ഈ ഭൂമിയിൽ എനിക്ക് ജീവിച്ചത് മതിയെന്നും ഇത്രയും കാലം അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം ധാരാളമായി എന്നും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്നും തോന്നിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്ന് എത്തിക്കേണ്ടത്